ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കരുത്, ഒന്ന് ചൂടായി വരുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കുക. പാല് തിളച്ചതിന് ശേഷമാണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കട്ടയായിട്ടിരിക്കും. ഈ പാലും പാൽപ്പൊടിയും നന്നായിട്ട് യോജിച്ച് കിട്ടുന്നവരേക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത റവ ഇട്ട് കൊടുക്കണം. റവ വെന്ത് കിട്ടുന്നവരേക്കും നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാലുമായിട്ട് റവ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കട്ടിയായിട്ട് പോവരുത്, കുറച്ചൊന്ന് അയഞ്ഞ പരുവത്തിൽ നമ്മളിത് റെഡിയാക്കി എടുക്കണം. ഇത് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ടയായിട്ട് പോവും. ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുത്ത് ഇപ്പോൾ റവ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് സെറ്റാക്കാനായിട്ട് ഒരു ട്രേയിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലൊരു പുഡിംഗ് ട്രേയിലേക്കാണ് പകുതിയോളം ഒഴിച്ചു കൊടുക്കുന്നത്. പകുതിയോളമല്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അരികു ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു മിക്സിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനെ അടുക്കി ഇട്ട് കൊടുക്കണം. ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്കായിട്ട് മുഴുവനായിട്ടും ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ഈ ഒരു മിക്സ് നന്നായിട്ട് കുതിർന്നാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിത് സ്പൂൺ കൊണ്ട് അമർത്തി എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ബ്രെഡ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി അതിലേക്ക് വേണോ വേണ്ടോ എന്നുള്ളത്. ഇതുവരേക്കും ഞാൻ ഇതിലേക്ക് 6 ബ്രെഡാണ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടി ഇതിലേക്ക് സ്പൂൺ വെച്ച് അമർത്തി നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 7 ബ്രെഡാണ്. അതിനുശേഷം ഇതിലേക്ക് മാറ്റി വെച്ച ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് 1/4 കപ്പ് പാല് തിളപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് കുതിർന്നിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഈത്തപ്പഴം കട്ട് ചെയ്തതും ബദാമും ചെറി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇതിട്ട് കൊടുത്തില്ലെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ഒന്നുകൂടി ടേസ്റ്റിന് വേണ്ടിയാണ് ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമോ ഇത് ചൂടോട് കൂടിയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു 2-2.5 മണിക്കൂറോളം വെച്ചിരുന്നിട്ടാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മതി വരികയില്ല, വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.